പച്ചമാങ്ങ പച്ചയായി തന്നെ കുറേ കാലത്തോളം, അതായത് വർഷങ്ങളോളം നമുക്ക് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത്. സാധാരണ നമ്മൾ പച്ചമാങ്ങ സൂക്ഷിച്ച് വെക്കുന്നത് മാങ്ങ ഉപ്പിലിട്ടിട്ടാണ്. അത് നമുക്ക് ഏകദേശം ഒരു വർഷത്തോളം അല്ലെങ്കിൽ 2-3 വർഷത്തോളമൊക്കെ ഉപ്പിലിട്ടിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. പക്ഷേ ഇന്ന് നമ്മൾ പച്ചമാങ്ങ ആ ഒരു പച്ചപ്പോടെയും അതുപോലെ തന്നെ നല്ല പുളിയോടുകൂടിയും നമുക്ക് എങ്ങനെ സൂക്ഷിച്ച് വെക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതാ അതിനുവേണ്ടി ഞാനിവിടെ പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ നല്ലോണം കഴുകിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ 2 മാങ്ങയാണ് ഞാൻ എടുത്തത്. അതിൽ നിന്ന് ഒരു മാങ്ങ മാത്രമാണ് ഞാൻ എങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കുക എന്നുള്ള വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മളിതാ ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ പീസായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ നീളത്തിലോ എങ്ങനെയാണ് നിങ്ങൾ ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതുപോലെ നീളത്തിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാനും അതുപോലെ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ മാങ്ങേൻ്റെയൊക്കെ സീസൺ ആകുമ്പോൾ ചെറിയ വിലക്കൊക്കെ മാങ്ങ കിട്ടുമ്പോൾ ഒരുപാട് വാങ്ങിയിട്ട് വരുമല്ലേ. പലതും ഉപ്പിലിട്ടിട്ടും എന്നാൽ പച്ചമാങ്ങ നമ്മൾ സാധാരണ അച്ചാറാക്കിയിട്ടും ഒക്കെ തീർത്താലും ഇപ്പോൾ വീട്ടിലൊക്കെ ഉള്ളതാണെങ്കിൽ തന്നെ ഒരുപാട് പിന്നെയും ബാക്കിയാവും പച്ചമാങ്ങ. അപ്പോൾ അത് എങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എത്ര കാലം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും? നമുക്ക് മാക്സിമം പോയാലും ഒരു 1-2 ആഴ്ച സൂക്ഷിച്ച് വെക്കാൻ പറ്റും അല്ലേ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് വാടിപ്പോകും. പിന്നെ നമുക്കത് എടുത്ത് കളയലേ നിവൃത്തിയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനുള്ള ഒരു 3-4 ടിപ്സ് ഉണ്ട് ഞാനിതിൽ പറയുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്ക് ഒരുപാട് മാങ്ങ കിട്ടുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ബൗളെടുത്തിട്ട് നല്ല വെള്ളം എടുക്കണം അതിൽ. അപ്പോൾ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളമോ അല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളമോ ചൂടുള്ള വെള്ളമോ ഒന്നും അല്ല എടുക്കുന്നത്, സാധാരണ വെള്ളം എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരുപാട് അളവിലൊക്കെ എടുക്കുന്നതാണെങ്കിൽ ഒരുപാട് വെള്ളം വേണ്ടി വരും. അതാണെങ്കിൽ ഒരു വലിയ ബൗളിൽ എടുക്കുക. അതുപോലെ തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ പഞ്ചസാര ഇതാ നല്ലപോലെ ഒന്ന് മിക്സ് ആവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് വിനാഗിരിയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ചുർക്ക എന്നൊക്കെ പറയും. അപ്പോൾ വൈറ്റ് വിനേഗറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ അളവിൽ ഞാൻ കാണിക്കുന്നുള്ളൂ. അതുകൊണ്ട് ആ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ചേർക്കുന്നത്. ഇനി അതും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാരയും വിനാഗിരിയും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേരണം. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മാങ്ങേൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് മാങ്ങേൻ്റെ എല്ലാ ഭാഗത്തും ഈ വിനാഗിരിയും പഞ്ചസാരയും ഒക്കെ എത്തുന്ന വിധത്തിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മാങ്ങ മുങ്ങിക്കിടക്കാൻ പാകത്തിനായിരിക്കണം നമ്മളെടുക്കുന്ന വെള്ളം. അപ്പോൾ പച്ചമാങ്ങ ഇതുപോലെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ മാങ്ങേൻ്റെ സീസണ് കഴിഞ്ഞാലും നമുക്ക് പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ അതുപോലെ മാങ്ങ കിട്ടാത്ത ആ ഒരു അവസരങ്ങളിലൊക്കെ നമുക്ക് പച്ചമാങ്ങ പച്ചയായി തന്നെ എടുക്കാൻ പറ്റും. അപ്പോൾ പച്ചമാങ്ങ വെച്ചിട്ട് പലതരത്തിലുള്ള റെസിപ്പീസ് നമുക്ക് ചെയ്യാൻ പറ്റും. ചോറിനായി കഴിഞ്ഞാലും രാവിലത്തെ ഇഡ്ഡലിക്കും ദോശക്കൊക്കെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളും കറികളും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പച്ചമാങ്ങ വെച്ചിട്ട് നമുക്ക് സ്ക്വാഷ് ഉണ്ടാക്കാം, നമുക്ക് പലതരത്തിൽ ഡ്രിങ്ക് ഉണ്ടാക്കാം അല്ലേ. എന്തെല്ലാം സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഇങ്ങനെയുള്ള സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തന്നെ എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു അച്ചാർ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നമുക്ക് അച്ചാറും ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇതാ ഞാൻ നല്ല പോലെ ഒരു 1-2 സെക്കൻഡ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു അരമണിക്കൂർ ഇതൊന്ന് മൂടി വെക്കണം. അതായത് നമ്മൾ ഈ ചേർത്ത പഞ്ചസാരയും വിനാഗിരിയും ഒക്കെ നമ്മളെ മാങ്ങയിൽ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മളൊന്ന് മൂടി വെക്കുന്നത്. അപ്പോൾ നമുക്കിതൊരു അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഈ അരമണിക്കൂറിൻ്റെ ഇടയിൽ നമ്മൾ 1-2 പ്രാവശ്യം ഇതുപോലെ മൂടി തുറന്നിട്ട് ഒന്ന് ഇടയ്ക്കിടെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണം. അതിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ ആ ഒരു പഞ്ചസാരയും വിനാഗിരിയൊക്കെ എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇടയ്ക്കിടെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് മൂടി വെക്കുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ തന്നെ നിങ്ങൾ എന്തായാലും വെക്കുക. പിന്നെ അതിനേക്കാളും ടൈം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ടൈം ഇല്ലാത്തവർ ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് മിനിമം വെക്കുക. അപ്പോൾ ഇതാ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരിപ്പയിലേക്കൊന്ന് ഊറ്റിയിടാം. അപ്പോൾ അതിൽ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് വാർന്ന് പോകുന്നവരെ ഒരു അരിപ്പയിലേക്ക് ഞാനിത് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബാക്കി ആ വെള്ളം കപ്പിലേക്കാണ് ഞാൻ ഊറ്റിയത്. നമുക്കതിന് യൂസ് ചെയ്യേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മളിത് അരിപ്പയിൽ നിന്ന് നല്ലോണം ഒന്ന് വെള്ളം ആറിയതിന് ശേഷം ഇതുപോലെ ഒരു കോട്ടൺ തുണിയിൽ ഇതൊന്നിങ്ങനെ മാറ്റിയിട്ട് കൊടുക്കാം. അപ്പോൾ കോട്ടൺ തുണിയിൽ മാറ്റിയിട്ട് കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൽ ബാക്കി ഇനി എന്തെങ്കിലും ഒരു ഈർപ്പുണ്ടെങ്കിൽ അത് നന്നായിട്ട് പോയി കിട്ടും. അപ്പോൾ ഇത് ഏകദേശം ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നമുക്ക് ഇങ്ങനെ വെക്കാം. ഇനിയിപ്പോൾ എക്സ്ട്രാ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ആ തുണി വെച്ചിട്ട് തന്നെ ഒന്ന് തുടച്ചെടുക്കാം. അപ്പോൾ ഇത് എല്ലാം ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന വിധത്തിൽ ഒന്ന് നമ്മൾ അതായത് ഇതിലൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം.
അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉറപ്പ് വരുത്തുക ഇതിൽ വെള്ളത്തിൻ്റെ അംശം തീരെ ഇല്ല എന്നുള്ളത്. ഇനിയിപ്പോൾ വേണമെങ്കിൽ വേറൊരു ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ഇതിൽ നിന്ന് വെള്ളം ഒപ്പാം. അതുപോലെ ഫാനൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ ഒരു അരമണിക്കൂർ ഫാനൊക്കെ ഹൈ സ്പീഡിലിട്ടിട്ട് വെള്ളം ഉണ്ടെങ്കിൽ അങ്ങനെ ഉപ്പിയെടുക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മാങ്ങ ഉപ്പിലിട്ടതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും ഇതുപോലൊരു ടിപ്പ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് കാലം, അതായത് ഏകദേശം 2-3 വർഷത്തോളം നമുക്ക് മാങ്ങ ഉപ്പിലിട്ടത് സൂക്ഷിച്ച് വെക്കുന്നതിൻ്റെ വീഡിയോ ആയിരുന്നു. അത് ഇതുപോലെ ഫാനൊക്കെ ഇട്ട് നന്നായി ഉണക്കിയെടുത്തിട്ട് നമ്മൾ അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പും കൂടി പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഭയങ്കര യൂസ്ഫുൾ ആവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മൾ നല്ലോണം ഇത് ഒപ്പിയെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ഒരിക്കലും വെയിലത്ത് വെക്കരുത്. വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വാടിയ ചൊവയുണ്ടാവും. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഫാനിൻ്റെ കാറ്റിനാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നല്ല പോലെ ഒന്ന് ആറി കിട്ടിയിട്ടുണ്ട്. ഒരു അരമണിക്കൂർ 1 മണിക്കൂറോളം ഞാനിത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് ഒരു ബോട്ടിലോ അല്ലെങ്കിൽ കണ്ടെയ്നർ ഇതുപോലെയുള്ള ഒരു ഇതുണ്ടാവുമല്ലോ, കുട്ടികൾ കൊണ്ടുവന്ന ലഞ്ച് ബോക്സോ അങ്ങനെയുള്ള എന്തെങ്കിലും കണ്ടെയ്നർ ഉണ്ടെങ്കിൽ അതിൽ നന്നായിട്ട് കഴുകിയിട്ട് തുടച്ചതിന് ശേഷം, വെള്ളം അതിലും തീരെ പാടില്ല, നന്നായിട്ട് തുടച്ചതിന് ശേഷം അതിലൊരു ടിഷ്യൂ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഈ ടിഷ്യൂലേക്ക് നമ്മൾ നേരത്തെ ഉണക്കി വെച്ച മാങ്ങയുണ്ടല്ലോ അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ടിഷ്യൂ വെച്ചിട്ട് ഇടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും അതിലൊരു എക്സ്ട്രാ വെള്ളമായിട്ട് ഉണ്ടെങ്കിൽ അതും കൂടി പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്യുക. എന്നിട്ടൊന്ന് നിരത്തി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മൂടിയിട്ടിട്ട് നമുക്ക് ഫ്രീസറിൽ ഒരു 2 മണിക്കൂർ ഒന്ന് വെക്കണം. അപ്പോൾ ഫ്രീസറിൽ 2 മണിക്കൂർ വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാങ്ങയെല്ലാം ഒന്ന് ഐസിൽ വെച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ ഫ്രീസറിൽ വെച്ചിട്ട് സിപ്ലോ കവറിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി ഒന്നിനൊന്നിന് മേലെ അട്ടി പിടിച്ചു പോകും. അപ്പോൾ ഇതുപോലെ 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് നിങ്ങൾ എടുത്തത് ഇതാ കണ്ടില്ലേ, സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിടക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ വേറെ നമുക്ക് പണിയൊന്നുമില്ല. നമ്മളിതാ ഇതുപോലുള്ള ഒരു സിപ്ലോ കവറിലേക്ക് ഇത് മാറ്റിയിടേ വേണ്ടു. കാരണം ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ഈ ഒരു സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന സമയത്ത് തന്നെ നമ്മളിത് സിപ്ലോ കവറിലേക്ക് മാറ്റണം. ആ ഒരു ഐസിൻ്റെ ഇത് പോകാണ്ട് തന്നെ മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രീസറിൽ ഒരു 2 മണിക്കൂർ ഇത് സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പോൾ ഇത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇതെന്തായാലും നിങ്ങൾ ചെയ്യണം. അപ്പോൾ നമ്മൾ വെയിലത്ത് വെച്ച് ഇത് ഒരിക്കലും ഉണക്കരുതെന്ന് പറയാൻ കാരണം നമ്മൾ വെയിലത്ത് വെച്ച് മാങ്ങ അച്ചാറൊക്കെ ഉണ്ടാക്കാറുണ്ട്. അത് അച്ചാർ ഉണ്ടാക്കുന്നതാണ്. പക്ഷേങ്കിൽ നമ്മളിത് പച്ച മാങ്ങയായിട്ട് തന്നെ അത് സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ആ ഒരു പച്ചമാങ്ങേൻ്റെ ടേസ്റ്റ് തന്നെ നമുക്ക് വേണമല്ലോ. അത് വാടിയ ചുവ ഒരിക്കലും പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വെയിലത്ത് വെച്ച് വാട്ടിയെടുക്കരുത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സിപ്ലോ കവറിൽ ഇനി എയർ ബബിൾസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പുറത്ത് കളഞ്ഞിട്ട് നമുക്കിത് ഒന്ന് ടൈറ്റായിട്ട് നമുക്ക് സീൽ ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് മാങ്ങയൊക്കെ കിട്ടുന്ന സമയങ്ങളിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതാ സിപ്ലോ കവറിലിട്ടിട്ട് ഞാൻ വീണ്ടും ആ ഒരു ബൗളിൽ തന്നെയാണ് സൂക്ഷിച്ച് വെക്കുന്നത് ഇതുപോലെ. എന്നിട്ട് അതിൻ്റെ മൂടി ഇട്ടിട്ട് നമുക്ക് വീണ്ടും ഫ്രീസറിലേക്ക് തന്നെ വെക്കാം. ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കൊല്ലം അതിനേക്കാളും മേലെ എത്തും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം വരുന്ന സമയത്ത് അന്നവരുടെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ സിപ്ലോ കവറിൽ കുറേശ്ശെ ഇട്ടിട്ട് വലിയ ബൗളിലൊക്കെ ഇട്ടിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് ഒരട്ടി എടുത്തിട്ട് അങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാകുമ്പോൾ നമ്മൾ ആവശ്യത്തിനെടുത്ത് പുറത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരമാകും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വേറൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്